നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്ന് നവകേരള ബസ്സിന് നേരെ ആക്രമിച്ചു, അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനത്തിന് ചാടി പുറപ്പെട്ടു എന്ന് പറഞ്ഞ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഗവൺമെന്റ് അടക്കം മൊഴികളെ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളെ അപ്പാടെ തിരുത്തുന്ന അല്ലെങ്കിൽ ആ കള്ളങ്ങളെ പൊളിച്ചെഴുതുന്ന ഒരു സാക്ഷിയാണ് ഇപ്പോൾ SITക്ക് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത്. അന്ന് നവകേരള ബസ് ഓടിച്ചിരുന്ന ഒരു KSRTC ബസ് ഡ്രൈവർ. ഇതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പരസ്യമായി പുച്ഛിച്ച് അതിനെ തള്ളിയതാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. UDF സർക്കാർ അധികാരത്തിലേറി കൃത്യമായിട്ട് അന്വേഷിക്കാനായിട്ട് അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചപ്പോൾ ഇപ്പോൾ സാക്ഷികളും വരുന്നുണ്ട്, മൊഴികളും വരുന്നുണ്ട്, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നുണ്ട്. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിന്റെ വാദങ്ങളുടെ മുനയൊടിച്ച് ഒരു KSRTC ബസ് ഡ്രൈവറുടെ നിർണായക മൊഴി വരുന്നത്. അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച VIP ബസ്സിന് നേരെ യാതൊരുവിധ ആക്രമണവും ഉണ്ടായിട്ടില്ലെന്നാണ് അന്ന് ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ അഭിലാഷ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതോടെ അക്രമത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച അണികളെയും ഗൺമാനെയും ന്യായീകരിച്ച് മുൻ ഭരണകൂടവും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരും നിയമത്തിന് മുന്നിൽ പൂർണ്ണമായി പെടാനിരിക്കുകയാണ്. 2023 നവംബർ ഡിസംബർ മാസങ്ങളിൽ നടന്ന നവകേരള സദസ്സിനിടെ ഡിസംബർ 15-നാണ് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് വൻ വിവാദമായ മർദ്ദനം അരങ്ങേറിയത്. പ്രത്യേക രൂപകൽപ്പന ചെയ്ത ബസ്സിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്നത്. ബസ്സിന് സമീപം കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ സംഘവും ബസ്സിൽ നിന്നിറങ്ങി തല്ലി ചതയ്ക്കുകയായിരുന്നു. ബസ്സിന് നേരെ കല്ലും വടിയും എറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഇടപെട്ടതായിരുന്നു എന്നാണ് പ്രതികളുടെ വാദം. എന്നാൽ ബസ്സിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്നാണ് KSRTC മെക്കാനിക്കൽ എഞ്ചിനീയറും മൊഴി നൽകിയതോടെ പ്രതികളുടെ ഈ പ്രതിരോധം പൂർണ്ണമായി തകർന്നിരിക്കുന്നത്. അന്ന് ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ മൊഴി അതിനിർണായകമായിരിക്കും. കാരണം അദ്ദേഹം ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും അത്തരത്തിലൊരു ആക്രമണം വരുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ മൊഴി പ്രകാരം അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബസ്സിന് നേരെ വരികയോ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴി തന്നെയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൊഴി ഈ കേസിൽ ഏറെ നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ പിണറായി സർക്കാർ ഭരിക്കുന്ന സമയമായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഈ ഒരു മൊഴി അദ്ദേഹത്തിന് ഭയം കൂടാതെ തുറന്നു പറയാൻ സാധിക്കാതിരുന്നത്. അന്ന് ഇത് തുറന്നു പറയുകയായിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് ജോലി പോലും തെറിപ്പിക്കും. പിന്നെ അയാളുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഊഹിക്കാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ധൈര്യപൂർവ്വം അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് SITക്ക് മുന്നിൽ മറുപടി പറയാൻ അല്ലെങ്കിൽ മൊഴി നൽകാനായിട്ട് അദ്ദേഹത്തിന് ഒരു ധൈര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ കാര്യം തുറന്ന് പറഞ്ഞിരിക്കുന്നത്. കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ള വിശ്വസ്തർ നിലവിൽ അറസ്റ്റ് ഭയന്ന് ഒളിവിലാണ്. കണ്ണുവിന്റെ ജാമ്യമൊക്കെ തള്ളിയിരുന്നു. ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഈ ഡ്രൈവറുടെയും എഞ്ചിനീയറുടെയും മൊഴികൾ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകളോടെ പ്രതികൾക്കെതിരെ അതിവേഗം പുതിയ ഉപകുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രതിഷേധക്കാർക്ക് നേരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അകമ്പടി സേനയും ഉപയോഗിച്ചതും പോലീസിന്റെ ഔദ്യോഗിക ലാത്തിയേക്കാൾ നീളമുള്ള മാരകമായ ചൂരൽ വടികളായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. സാധാരണയായി സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉപയോഗിക്കാത്ത ഇത്തരം വടികൾ എവിടെ നിന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതെന്ന കാര്യം ദുരൂഹമാണ്. കാരണം നമുക്കറിയാം, സാധാരണ ലാത്തി ചാർജൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടാകും. പക്ഷേ അന്ന് നവകേരള ബസ് യാത്ര പോകുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിച്ചിരുന്ന ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ടായിരുന്നത് അതിനേക്കാൾ മാരകമായിട്ടുള്ള ഈ ഒരു ചൂരൽ വടികളായിരുന്നു. അത് എവിടെ നിന്ന് ലഭിച്ചു, അത് മനഃപൂർവ്വം തന്നെ പുറത്തു നിന്ന് ഇറക്കിയതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രതിഷേധക്കാരുടെ കൈകാലുകളിൽ അടിക്കുന്നതിന് പകരം കഴുത്തിലും തലയിലും ലക്ഷ്യം വെച്ചായിരുന്നു ഗൺമാന്റെ മാരകമായ പ്രഹരം.
ഇത് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ ദൃശ്യങ്ങൾ കാണാത്ത മലയാളികളില്ല. ഇപ്പോഴും നമുക്ക് പല യൂട്യൂബ് ചാനലിലാണെങ്കിലൊക്കെ അത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഈ കൈകളിലോ കാലുകളിലോ അടിക്കുന്നതിന് പകരം അവരുടെ മുഖത്തും അവരുടെ തലയിലും കഴുത്തിലും അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗങ്ങൾ കൂടുതൽ അടിക്കുന്നതിനായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലീസ് അല്ലെങ്കിൽ ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ താല്പര്യം കാണിച്ചിരുന്നത്. ഈ ചൂരൽ വടി ഉപയോഗിച്ച് തലയ്ക്ക് ശക്തമായി അടിച്ചാൽ അത് മനുഷ്യന്റെ മരണത്തിന് വരെ കാരണമായേക്കാമെന്നാണ് മെഡിക്കൽ ബോർഡ് പുറപ്പെടുവിച്ച ശാസ്ത്രീയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ മെഡിക്കൽ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് കേസിൽ പ്രതികൾക്കെതിരെ അതീവ ഗുരുതരമായ നരഹത്യാ ശ്രമം ചുമത്താൻ SIT തയ്യാറായത്. നിയമപരമായി പ്രതികൾക്ക് കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ലഭിക്കാനും ഈ റിപ്പോർട്ട് കാരണമാകും. സുരക്ഷാ സംഘത്തിന്റെ അടിയേറ്റ് AD തോമസിന്റെ തല പൊട്ടി ചോരയൊലിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. ഈ ക്രൂരമായ ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും നിലവിലുള്ളപ്പോഴാണ് ഇതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ച് മുൻ മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. എന്നാൽ പോലീസിന്റെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ ദൃശ്യങ്ങൾ കൃത്യമായി തെളിവായി സ്വീകരിച്ചിട്ടുണ്ട്. കേസിന്റെ ആദ്യഘട്ടത്തിൽ പാർട്ടി തണലിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രാദേശിക പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ കോടതിയുടെ കടുത്ത ഇടപെടലുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശാസ്ത്രീയമായ നീക്കങ്ങളും വന്നതോടെ പോലീസിന് നിലപാട് മാറ്റേണ്ടി വന്നു. സ്വന്തം ജീവനക്കാരായ ഡ്രൈവറും മെക്കാനിക്കൽ എഞ്ചിനീയറും സത്യം തുറന്നു പറഞ്ഞതോടെ കേസ് ഒതുക്കി തീർക്കാൻ ഭരണപക്ഷത്തെ വമ്പന്മാർക്ക് ഇനി കഴിയില്ല. റെയ്ഡും മർദ്ദനവും ആസൂത്രിതമായിരുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. മർദ്ദനം നടക്കുമ്പോൾ ബസ്സിനകത്തുണ്ടായിരുന്ന മറ്റു മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്കും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് നേരിട്ട് സംരക്ഷിച്ച പ്രതികളാണ് ഇപ്പോൾ നിയമത്തിന് മുന്നിൽ പൂർണ്ണമായി നിസ്സഹരായിരിക്കുന്നത്. അതായത് അന്ന് പല തെളിവുകളും കണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾക്ക് നേരെ കണ്ണടച്ചു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡ്രൈവറുടെ അടക്കം മൊഴി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഏറെ നിർണായകമായിരിക്കും. അതായത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ മാരകമായിട്ടുള്ള ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ചാടി ഇറങ്ങിയത്. പക്ഷേ ഈ ഡ്രൈവറുടെ മൊഴി പ്രകാരം, അല്ലെങ്കിൽ ബസ് ഓടിക്കുന്ന ഈ ബസ് ഡ്രൈവറുടെ സീറ്റ് അദ്ദേഹത്തിന് മുൻപിലാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് നമുക്കറിയാം, ഒരു ഫ്രണ്ടിൽ നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനായിരിക്കും ആദ്യം കാണാൻ സാധിക്കുക. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു ആക്രമണവും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള മൊഴിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്.